നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ശാന്തകുമാരി, കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. സിറ്റിംഗ് MLA കൂടിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം MLA എന്ന നിലയിൽ മണ്ഡലത്തിൻ്റെ സമഗ്രമായൊരു വികസനം ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുമ്പിൽ ആ ചോദ്യം നല്ല മറുപടി കൊടുക്കാൻ പറ്റുന്ന വികസനമാണ് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പറളി മുതൽ കാഞ്ഞിരപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന ഒരു മണ്ഡലമാണ്. 9 ഗ്രാമപഞ്ചായത്താണ്. ഇതിനകം തന്നെ 1000 ചില്ലാനും കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വികസനങ്ങൾ ജനങ്ങളോട് പറയുകയാണ്. ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് മുമ്പിൽ 1000 ഉത്തരം പറയാൻ നമുക്കുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറളി പഞ്ചായത്ത് തുടങ്ങിയാൽ പറളി ഒരു എയ്ഡഡ് സ്കൂളാണ്. ഗവൺമെൻറ് ഇല്ല, ഹയർ സെക്കൻഡറി സ്കൂൾ. 7.5 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് സിന്തറ്റിക് ട്രാക്ക്, സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയിട്ടുള്ള കായിക പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള അത്യാധുനിക സംവിധാനം അവിടെ ഉണ്ടാക്കി. കമ്പ കിണാവല്ലൂർ റോഡ് 6 കോടിയുടെ പണി റബ്ബറൈസ്ഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പ ചളിക്കടവ് പാലം 6 കോടി ഇപ്പോൾ ഇതിനകം പാസ്സാക്കി മറ്റു നടപടിയിലേക്ക് പോവുകയാണ്. അതുപോലെ ഓടനൂർ പാലം 12 കോടി സ്ഥലമെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം പറമ്പ് വലിയ പറമ്പ് 1 കോടി അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ പൂർത്തീകരിച്ചു. മന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പറളി കടവത്ത് ബ്രിട്ടീഷ് പാലം 35 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുകയാണ്. അത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറാൻ വേണ്ടി പോവുകയാണ്. തേനൂർ പഞ്ചായത്തിലെ പറളി പഞ്ചായത്തിലെ തേനൂർ പ്രദേശത്തുള്ള റെയിൽവേ അണ്ടർപാസ് നിർമ്മാണം 3 കോടി 45 ലക്ഷം പൂർത്തീകരിച്ചു. 1 കോടി 40 ലക്ഷം രൂപ കണക്ഷൻ റോഡിന് വേണ്ടി പാസ്സാക്കിയിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് പറളി പഞ്ചായത്തിലാണ്. മങ്കരയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി 90 ലക്ഷം പൂർത്തീകരിച്ചു. എടത്തറ GUP സ്കൂൾ 1 കോടി പൂർത്തീകരിച്ചു. മങ്കര സ്റ്റേഡിയം 1 കോടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മങ്കരയിൽ മാനംകുളം നിർമ്മാണം 1 കോടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ നിരവധിയായിട്ടുള്ള പദ്ധതികൾ അവിടെയുണ്ട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പത്തിരിപ്പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി പൂർത്തീകരിച്ചു. 4 കോടിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. മണ്ഡലത്തിലെ ഏക ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് പത്തിരിപ്പാല. 13 കോടി 56 ലക്ഷത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരിപുരം ബൈപ്പാസ് 3 കോടി ഈ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തിരിപ്പാല ടു കോങ്ങാട് മെയിൻ റോഡ് പൂർണ്ണമായും റബ്ബറൈസ് ചെയ്തതാണ്. സെക്കൻഡ് റീച്ച് 4 കോടി 60 ലക്ഷം പാസ്സായിരിക്കുകയാണ്. എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും LED സ്ഥാപിച്ചു ഇതിനകം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ കുണ്ടലശ്ശേരി സ്കൂൾ ഇതിനകത്ത് നമുക്ക് 1 കോടി രൂപ ചെലവഴിച്ച് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പൂർത്തീകരിക്കാനായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേമൂർ സ്കൂളിന് ബസ് അനുവദിക്കുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണ സ്മാരകം 55 ലക്ഷത്തിൻ്റെ പുതിയ കെട്ടിടം. 2 വായനശാലകളെ 1.25 കോടി രൂപ വായനശാലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ആ പണി പൂർത്തീകരിച്ചു, ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കേരളശ്ശേരിയിലെ ഒരു സാംസ്കാരിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോങ്ങാട് എന്ന് പറയുന്നത് കോങ്ങാട് സെൻറ്ററാണ് മണ്ഡലത്തിൻ്റെ. GUP സ്കൂൾ 3 കോടി 90 ലക്ഷം പൂർത്തീകരിച്ചു. 35 ലക്ഷം ലിഫ്റ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. 20 ലക്ഷം pre-KG സെക്ഷന് വേണ്ടി കെട്ടിടം പൂർത്തീകരിച്ചു. വർണ്ണക്കൂടാരം നൽകി. കല്ലടിക്കോട് പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കി. കൊട്ടശ്ശേരി ടിപ്പു സുൽത്താൻ റോഡ് 70 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. അവിടെ സ്മാർട്ട് കൃഷിഭവൻ ഓഫീസ്, വില്ലേജ് ഓഫീസ്, മണ്ണൂർ വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നു. SC ഹോസ്റ്റൽ പൂർത്തീകരിച്ചിരിക്കുന്നു. നോക്കൂ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പറയാനുണ്ട്. എല്ലാ പഞ്ചായത്തിനും സമാനമായി എല്ലാ മണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇതിനകം തന്നെ ഹൈടെക്കായി. കരിമ്പ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തച്ചമ്പാറയിൽ ഇവിടെ ഇല്ല. കരിമ്പയിൽ ഇപ്പം 3 കോടി 90 ലക്ഷത്തിൻ്റെ 90% പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. പനയമ്പാട് GUP സ്കൂൾ 1 കോടി പൂർത്തീകരിച്ചിരിക്കുന്നു. കല്ലടിക്കോട് GLP സ്കൂൾ വർണ്ണക്കൂടാരവും ബസ്സും നൽകിയവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ മണ്ഡല സ്കൂളുകൾ നോക്കൂ, കാരാകുഷിയിൽ 5 കോടിയുടെ 24 ക്ലാസ് മുറികൾ 90% പൂർത്തീകരിച്ചിരിക്കുക. 3 കോടി 90 ലക്ഷത്തിൻ്റെ 50% പൂർത്തീകരിച്ചു. വലിയട്ട സ്കൂൾ 75 ലക്ഷം പാസ്സാക്കിയിട്ടുണ്ട്. എഴുത്തോമ്പാറ പാലം 12 കോടി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിമ്പയിൽ ഇവിടെ ഞാനിപ്പോൾ കരിമ്പയിലാണെന്നുണ്ടെങ്കിൽ മീൻവല്ലം തുപ്പനാട് റോഡ് 4.5 കോടി രൂപ പൂർത്തീകരിച്ചു. അതുപോലെ തുടിക്കോട് റോഡ് 3 കോടി പൂർത്തീകരിച്ചതിനകം. ഒലിപ്പാറ പാലം 7 കോടി 65 ലക്ഷത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണെങ്കിൽ നമുക്ക് ഈ പഞ്ചായത്തിൽ ഇപ്പം ദീപ ജംഗ്ഷനിലുള്ള കണക്കമ്പാടം കുളം 75 ലക്ഷം രൂപ കൊടുത്ത് നവീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ആശുപത്രി നമ്മൾ എൻഹാൻസ് ചെയ്തു, ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റിയിരിക്കുന്നു. നിരവധിയായ കണക്ഷൻ റോഡുകൾ പൂർത്തീകരിച്ചു. പിന്നെ അതേപോലെ തന്നെ പൊറ്റശ്ശേരിയിലാണെന്നുണ്ടെങ്കിൽ പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി 90 ലക്ഷം പൂർത്തീകരിച്ചു. തൃക്കളൂർ
സ്കൂൾ 1 കോടി പൂർത്തീകരിച്ചു. ഈസ്റ്റ് പട്ടുശ്ശേരി 1,75,00,000 പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വി എ കൃഷി സ്കൂൾ 50 ലക്ഷം ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ GLP സ്കൂൾ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. 1 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് കോട്ടശ്ശേരി നിന്ന് ടിപ്പു സുൽത്താൻ പോകുന്ന നമ്മുടെ മണ്ണാർക്കാട്ടിലേക്ക് പോകുന്ന ടിപ്പു സുൽത്താൻ റോഡാണ്. 70 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ചെറുക്കപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് 37 കോടി രൂപ പൂർത്തീകരിച്ചു. വി എ കൃഷി പള്ളിക്കുറുപ്പ് റോഡ് അത് ഇതിനകം തന്നെ 3 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. കാഞ്ഞിരപ്പുഴ ഉദ്യാനം നമ്മുടെ മണ്ഡലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുകയാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഇറിഗേഷൻ ടൂറിസം പോളിസി പ്രകാരം PPP പദ്ധതി, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പദ്ധതി പ്രകാരം 161 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. അതുപോലെ തച്ചമ്പാറ മുതുകുറിശി പാലക്കയം ശിരുവാണി റോഡ് 14 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് BMBC നിലവാരത്തിൽ റോഡ് പൂർത്തീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കണക്കാക്കിയാൽ ഏതാണ്ട് 1087 കോടി രൂപയുടെ വികസനം. അപ്പോൾ ഈ വികസനം ഇലക്ഷൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടണമല്ലോ. എന്താണ് ഒരു ഗവൺമെൻറ് ചെയ്തത് എന്നിടത്ത് മണ്ഡലത്തിൻ്റെ പ്രകടമായ വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. കൂടാതെ 62 ലക്ഷം ആൾ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി, സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം 1000 രൂപ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, 5 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന യുവക്കൾക്ക് കൊടുക്കുന്ന 1000 രൂപ തുടങ്ങി നമ്മുടെ ഒരു സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് വികസനങ്ങൾ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ വിഷനും മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്ന് നമുക്ക് ഇവിടെ മാൻ ആനിമൽ ഇഷ്യൂസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിനകം 1,75,00,000 രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മൾ ഹാങ്ങിങ് ഫെൻസിങ് ഉദ്ഘാടനം ചെയ്തു. വനാതിർത്തിയിൽ 27 കിലോമീറ്ററാണ്. അപ്പോൾ അത് ഇപ്പോൾ ലഭ്യമായതനുസരിച്ചുള്ള ഒരു പരിഹാരമാണ്, കുറച്ചുകൂടി ശാസ്ത്രീയ പരിഹാരമാണ്. അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ വിഷനായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മീൻവല്ലം വെള്ളച്ചാട്ടം, ആറ്റില വെള്ളച്ചാട്ടം, വട്ടപ്പാറ വെള്ളച്ചാട്ടം, ഇതൊക്കെ നമ്മുടെ പ്രദേശത്താണ്. പലർക്കും അത് അറിഞ്ഞുകൂടാ. മീൻവല്ലത്തെക്കുറിച്ച് അറിയാം, പക്ഷേ ബാക്കിയൊന്നും അറിഞ്ഞുകൂടാ. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഉദ്യാനവും തുടർന്ന് ശിരുവാണി വഴി കേരളമേട് ആ ഒരു ടൂറിസം ഹബ്ബ് ഈ പഞ്ചായത്ത് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് ഇതേക്കുറിച്ചൊരു അറിവുണ്ടാവണം. വിഷയം വികസനമാക്കി മാറ്റണം തെരഞ്ഞെടുപ്പുകളിൽ എന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും കോങ്ങാട് മണ്ഡലത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർച്ചയായി ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി കഴിയും. അതെല്ലാം ഇനിയും ഫ്യൂച്ചറിൽ ആവർത്തിക്കണം അല്ലെങ്കിൽ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ എല്ലാവരും ഇടതുപക്ഷത്തോട് യോജിച്ച് ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയത്തിന് അതീതമായി ഇടതുപക്ഷത്തോടൊപ്പം അണിചേരണം എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്.